ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തനി നാടൻ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. പച്ചമാങ്ങയും ചക്കക്കുരുവും കൂടെ തേങ്ങ അരച്ചൊരു കറിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള കറികളിലൊന്നാണ് ഈ ചക്കയും മാങ്ങയും സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കറികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. എന്നാൽ പിന്നെ നമുക്കും ആ പഴമയിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിന് വെള്ളവും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളക്, 2-3 ചെറിയുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചക്കക്കുരു ഒക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറി കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് മാങ്ങ വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മാങ്ങയൊക്കെ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ ടേസ്റ്റും ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറി ഒന്ന് അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ കറിക്ക് ആ ഒരു വറ്റൽമുളകിൻ്റെയും കടുകിൻ്റെയും ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ആ ചക്കക്കുരു ഉടച്ചു കൊടുത്ത കാരണം കറി നല്ല കുറുക്കിയാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നാട്ടിലൊക്കെ ചക്കയുടെ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.